തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സൈനിക നേട്ടങ്ങൾ ഉപയോഗിക്കുന്നതിന് എതിരെ മുൻ സൈനിക മേധാവിമാരടക്കം 150 സൈനികർ രാഷ്ട്രപതിക്ക് കത്തെഴുതി. മോദി സേന എന്ന യോഗി ആദിത്യനാഥിന്റെ പരാമർശത്തിന് എതിരെ രൂക്ഷ വിമർശനവും കത്തിലുണ്ട്. അതിർത്തി കടന്നുള്ള സൈനിക നേട്ടങ്ങൾ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്ന് മുൻ സൈനികർ രാഷ്ട്രപതിയെ അറിയിച്ചു. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചു. സൈന്യത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായ സ്വഭാവവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രപതി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് 150 സൈനികരുടെ കത്ത് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആവശ്യത്തിനായി സൈനിക നേട്ടങ്ങൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല. സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ പോലും പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നവർ സൈന്യത്തെ മോദി സേനയെന്ന് വിളിക്കുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു. ഇത് അനുചിതമാണെന്നും രാഷ്ട്രപതിക്ക് എഴുതിയ കത്തിൽ വിമർശിക്കുന്നു. കരസേനാ തലവന്മാരായിരുന്ന ഫ്രാൻസിസ് റോഡ്രിഗ്രോസ്, ശങ്കർ റോയ് ചൌധരി, ദീപക് കപൂർ എന്നിവരും വ്യോമസേനാ തലവന്മാരായിരുന്ന ലക്ഷ്മി നാരായൺ രാംദാസ്, വിഷ്ണു ഭഗവത്, അരുൺ പ്രകാശ്, സുരേഷ് മേത്ത, വ്യോമസേന മുൻ മേധാവി NC സുരി എന്നിവരും കത്തിൽ ഒപ്പിട്ടു. മിലിറ്ററി യൂണിഫോമും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണം. അഭിനന്ദൻ വർത്തമാന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടുന്നതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് സൈനികർ എതിർക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പുൽവാമ ആക്രമണത്തിൽ മരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സൈനികർ രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് എന്നത് ശ്രദ്ധേയം. കത്തിന്റെ പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 30-നകം സമർപ്പിക്കണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇലക്ട്രൽ ബോണ്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മെയ് 15 വരെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം. പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട്, സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ, ലഭിച്ച പണം എന്നീ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കണം. കണക്കുകൾ മുദ്രവച്ച കവറിൽ മെയ് 31-നകമാണ് നൽകേണ്ടത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമം പരിശോധിക്കുമെന്നും ഒരു പാർട്ടിക്കും പ്രത്യേകം ഗുണം ചെയ്യാത്ത നിലയിലാണിതെന്ന് ഉറപ്പാക്കുമെന്നും കോടതി പറഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിൽ നിന്ന് 5 ദിവസമാക്കി ചുരുക്കാൻ ധനമന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ പിന്നീട് വിശദമായി വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. CPIM, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJPയെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് പരാജയപ്പെട്ടെന്ന് പിണറായി. ഇന്ത്യയിൽ ബദൽ രാഷ്ട്രീയം കേരളത്തിന് മാത്രം സ്വന്തം. രാമക്ഷേത്രത്തിന്റെയും പശുവിന്റെയും പേരിൽ BJP രാജ്യത്താകമാനം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി കാഞ്ഞങ്ങാട് പറഞ്ഞു. സുപ്രീം കോടതിയോട് പറഞ്ഞു, നിങ്ങളുടെ അനുവാദം വേണ്ട, ഞങ്ങൾക്കിവിടെ ക്ഷേത്രം പണിയാൻ. വല്ലാത്തൊരു വർഗീയ ജ്വരം പടരുന്നു. സാധാരണക്ക് മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. സംഘപരിവാർ നിലപാടിനെ വിമർശിച്ചു. എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ജോഷി എന്നത് അഖിലേന്ത്യാ വക്താവാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരൂ, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. നാം ചിന്തിക്കേണ്ടത് ആരെ സഹായിക്കാനാണ് ആ പ്രസ്താവന? ആ ഘട്ടത്തിൽ വേണ്ടത് വർഗീയ ജ്വരം പടർത്തുന്ന സംഘപരിവാറിനെതിരായ നിലപാടാണ്. കോൺഗ്രസ് ചെയ്തതോ സംഘപരിവാർ ഉയർത്തുന്ന മുദ്രാവാക്യം നേരെ ഏറ്റെടുത്തു. നിങ്ങളല്ല, ഞങ്ങളാണ് അത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫലം? ആ മുദ്രാവാക്യം ഉയർത്തുന്നവരെ അനുകൂലിക്കൽ, ആ വർഗീയതയുമായി സമരസപ്പെടൽ. അയോധ്യയിൽ തർക്കമില്ലാത്ത ഭൂമിയിൽ പൂജ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. രാജ്യത്തെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ഹർജിക്കാരനോട് സുപ്രീം കോടതി ചോദിച്ചു. ഹർജി തള്ളിയ സുപ്രീം കോടതി ഹർജിക്കാരനായ പണ്ഡിറ്റ് അമർനാഥ് മിശ്രയ്ക്ക് അലഹബാദ് ഹൈക്കോടതി ചുമത്തിയ 5 ലക്ഷം രൂപ പിഴ ശിക്ഷയും ശരിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള PM നരേന്ദ്രമോദി സിനിമയുടെ റിലീസ് തടഞ്ഞത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. കഴിഞ്ഞ ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് കണ്ടെത്തി സിനിമയുടെ റിലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ ശ്രമിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി.
നമോ ടിവിയിൽ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ പാടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി നിർദ്ദേശിച്ചു. മീഡിയ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നും രാഷ്ട്രീയ പരിപാടികൾ സംപ്രേഷണം ചെയ്യരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. BJP IT സെല്ലിന്റെ ഉടമസ്ഥതയിലുള്ള നമോ ആപ്പിന്റേതാണ് നമോ ടിവി എന്നും സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും ദില്ലി തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാൻ നമോ ടിവി ഉപയോഗിക്കുന്നത് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റായ സത്യവാങ്മൂലം നൽകിയ കേന്ദ്രമന്ത്രി ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 2014 ഡിഗ്രി യോഗ്യത ഉണ്ടെന്നാണ് സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയ പത്രികയിൽ ഡിഗ്രി യോഗ്യത ഇല്ലെന്ന് സ്മൃതി ഇറാനി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച കേന്ദ്രമന്ത്രിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജിയുമായി BJP. റഫേൽ പുനഃപരിശോധനാ ഹർജികളിലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട പരാമർശത്തെ ചോദ്യം ചെയ്താണ് ഹർജി. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇത് ക്രിമിനൽ കോടതിയലക്ഷ്യമാണെന്ന് ഹർജിയിൽ BJP ആരോപിക്കുന്നു. BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത്. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ വിശദീകരണ നോട്ടീസ്. മതസ്പർദ്ധ ഉളവാക്കും വിധം സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം സംബന്ധിച്ച് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ S. കാർത്തികേയൻ നോട്ടീസ് അയച്ചത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10-നും 50-നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ധർമ്മശാസ്താവനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല. വേറൊരാളുണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുള്ളിക്ക് ഒറ്റ നിർബന്ധം, 10 പെൺപിള്ളാരെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നടക്കുമ്പോൾ സുന്നി പള്ളികളിൽ ഈ പെണ്ണുങ്ങളെ കയറ്റി നിസ്കരിപ്പിക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും സർക്കാരിന്റെ നിയന്ത്രണം. ഇപ്പൊ ദേവസ്വം ബോർഡ് CPM-ന്റെ ഒരു ബ്രാഞ്ച് സംഘടനയായിട്ട് മാറി. DYFI SFI എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പൊ അതുപോലെ ഒരു സാധനമായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ അവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? പ്രഥമദൃഷ്ട്യാ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കുറ്റങ്ങൾക്കെതിരെയും പെരുമാറ്റ ചട്ടലംഘനത്തിനെതിരെയും LDF കൊല്ലം മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K. വരദരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 124A, 153A(b) വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം 123, 3A, 125 വകുപ്പുകൾ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ സുപ്രീം കോടതി വിധിയെ ജനമധ്യത്തിൽ വിലകെടുത്തുന്ന പരാമർശം നടത്തിയും ഹാസ്യരൂപേണ അവതരിപ്പിച്ചും കോടതിയുടെ അധികാരത്തിനും അന്തസ്സിനും അവമതിപ്പും ഇടിവും വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലും സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താൻ പര്യാപ്തമായ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയത്. അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരണം നൽകുമെന്നും UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതി. ശബരിമല യുവതീ പ്രവേശന വിഷയം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ വോട്ട് ലക്ഷ്യത്തോടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായാണ് പരാതി. മണ്ഡലം വരണാധികാരിയായ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ആണ് പരാതി നൽകിയത്. മതവിശ്വാസം ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഉണ്ണിത്താന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പൊതുയോഗങ്ങളിൽ നടത്തിയ വോട്ടഭ്യർത്ഥനയിൽ വോട്ടർമാരുടെ മതവികാരം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥന നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ ലംഘിച്ചതായാണ് പ്രധാന പരാതി. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായ വ്രതമെടുക്കാനാവില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ വിധി? സ്ത്രീ പുരുഷ സമത്വം വേണം. ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളല്ലേ? 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകളല്ലേ? പയ്യന്നൂർ അരവഞ്ചാലിൽ നടന്ന UDF പൊതുയോഗത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ശരണമന്ത്രം വിളിക്കാതെ 18-ാം പടി ചവിട്ടാതെ 2 പെണ്ണുങ്ങളെ കൊണ്ടുപോയി മലയിൽ കയറ്റി. പിറ്റേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു,
2 സ്ത്രീകളെ ഞാൻ ശബരിമലയിൽ കയറ്റി. ഇനി എല്ലാ യുവതികൾക്കും കയറാം. അന്ന് എന്റെ വീടൊരു മരണ വീടാണ്. എന്റെ ഭാര്യ വാവിട്ട് നിലവിളിച്ചു. അവിടെ അമ്മ മരിച്ചപ്പോ പോലും അത്രയും കരഞ്ഞിട്ടില്ല. ശബരിമലയിൽ അയ്യപ്പന്റെ നൈതിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്തു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അപ്പൊ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, മുസൽമാനെ ഉപദ്രവിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഈ നിരീശ്വരവാദികളെ കാരണം ജീവിക്കാനാവുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള പരാതി കാസർഗോഡ് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ഇന്നലെ പിടിയിലായ 2 പേരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിടിയിലായ 2 പേരെ തെളിവെടുപ്പിനായി ബ്യൂട്ടി പാർലർ പരമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് ചേർന്നുമായി. ഉമേഷ്, ഇവരെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ലഭ്യമായതായിട്ട് പോലീസ് പറയുന്നുണ്ടോ? 1 കോടി രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ ഉറപ്പിച്ചത്. പക്ഷേ ബ്യൂട്ടി പാർലറിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് വെറും 30,000 രൂപ മാത്രമാണ് ഇവർക്ക് കിട്ടിയത് എന്ന തരത്തിൽ നേരത്തെ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരുന്നു. കാസർഗോഡ് നിന്നുള്ള കൊട്ടേഷൻ സംഘമാണ് എന്ന തരത്തിലുള്ള സൂചനകളും ലഭ്യമായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഉമേഷ്, കേൾക്കാമോ? അതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ വെടിവെപ്പ് ഉണ്ടായ കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിൽ ആണ് ഈ പ്രതികൾ എത്തിച്ചിരിക്കുന്നത്. ബിലാൽ, ബിപിൻ വർഗീസ് എന്നീ 2 ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. അവരെ ഇപ്പോൾ തെളിവെടുപ്പിനായി ബ്യൂട്ടി പാർലറിന്റെ പരിസരത്തേക്ക് എത്തിച്ചു. ഇപ്പോൾ ബ്യൂട്ടി പാർലർ കയറ്റുകയാണ്. എല്ലാമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച്. ദൃശ്യങ്ങൾ കട്ടായി പോയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പനമ്പള്ളി നഗറിലെ നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിലേക്ക് വെടിവെപ്പ് കേസിൽ അറസ്റ്റിലായ 2 പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായി ക്രൈംബ്രാഞ്ച് കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലത്തെയും കാസർകോട്ടെയും UDF സ്ഥാനാർത്ഥികളുടെ വർഗീയ പ്രസംഗത്തെക്കുറിച്ച് പരാതി തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ. സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിൽ വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. കളക്ടർക്ക് നടപടിയെടുക്കാം. കളക്ടർക്ക് സംശയമുണ്ടെങ്കിൽ തന്നെ സമീപിക്കാമെന്നും ശബരിമല കർമ്മസമിതിയുടെ ലഘുലേഖകളും ബോർഡുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. അല്ല, അതിന് നോട്ടീസ് കൊടുത്തു, അതിൻ്റെ മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ തലത്തിൽ അത് തീരുമാനമെടുക്കാൻ പറ്റും. എന്താണ് തൃപ്തികരമാണെങ്കിൽ അവിടെ വെച്ച് കളക്ടർക്ക് യുക്തമായിട്ടുള്ള തീരുമാനം അതിൽ എടുക്കാം. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ ഒരു മുകളിലേക്ക് അയക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫയൽ വരും. അല്ലെങ്കിൽ അതിൻ്റെ കളക്ടർ ഈസ് കോമ്പിറ്റൻറ്റ്, റിട്ടേണിംഗ് ഓഫീസർ ഈസ് കോമ്പിറ്റൻറ്റ് ടു ടേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ based on the reply given by the honorable candidate. ശശി തരൂരിന് പിന്നാലെ കെ മുരളീധരനും പരാതിയുമായി രംഗത്ത്. വടകരയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നാണ് മുരളീധരന്റെ പരാതി. അതേസമയം പ്രചാരണ രംഗത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരും പരാതിപ്പെടുന്നു. വട്ടിയൂർക്കാവ് MLA ആയ കെ മുരളീധരനെ കൊട്ടിഘോഷിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിലെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശമൊന്നും ഇപ്പോഴില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രാദേശിക നേതാക്കൾ വലിയ രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന പരാതിയും കെ മുരളീധരൻ ഉന്നയിച്ചതായാണ് സൂചന. കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളെ മുരളീധരൻ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പ്രചാരണ രംഗത്ത് വേണ്ട വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. വടകരയിൽ പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് കൂട്ടത്തോടെ കേന്ദ്രീകരിക്കുന്നതും UDFനെ പ്രതിസന്ധിയിലാക്കുന്നു. പ്രചാരണ രംഗത്തെ പിന്നോക്കാവസ്ഥയിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ നാടിളക്കിയുള്ള പ്രചാരണത്തിന് മുമ്പിൽ
UDF നേതൃത്വം പതറുകയാണ് എന്നും പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. വടകരയിൽ LDFന് നേരിടാൻ പറ്റാവുന്ന എല്ലാ കക്ഷികളെയും കൂടെ കൂട്ടിയെങ്കിലും ആ ആവേശമൊന്നും പ്രചാരണ രംഗത്ത് കാണുന്നില്ല എന്നാണ് കെ മുരളീധരന്റെ പരാതി. അതേസമയം കെ മുരളീധരനും വലിയ ആവേശമില്ലെന്നാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിനിടയിൽ വടകരയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണ് മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ. PV കുട്ടൻ, കോഴിക്കോട്. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അഴിമതി കേസ്. വിജിലൻസ് കമ്മീഷൻ കോടതിയിൽ FIR സമർപ്പിച്ചു. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്നാണ് വിജിലൻസ് FIR-ൽ പറയുന്നത്. 2013 DGP ജേക്കബ് തോമസ് തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരിക്കെ വകുപ്പിനു വേണ്ടി ഡ്രഡ്ജറുകൾ വാങ്ങിയതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയെന്ന് തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 8 കോടി രൂപയ്ക്ക് സാമഗ്രികൾ വാങ്ങാനായിരുന്നു സർക്കാർ അനുമതി നൽകിയിരുന്നതെങ്കിലും 19.6 കോടി രൂപയുടെ സാമഗ്രികൾ തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ജേക്കബ് തോമസ് വാങ്ങിക്കൂട്ടി. കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി കൂടിയ തുക കോട്ട് ചെയ്ത ഹോളണ്ട് കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. ക്രമക്കേടിനെ പറ്റി ആദ്യം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ പരിശോധനാ വിഭാഗവും പിന്നീട് വിജിലൻസിന്റെ പ്രത്യേക യൂണിറ്റ് ത്വരിത പരിശോധനയും നടത്തിയിരുന്നു. 2 അന്വേഷണത്തിലും സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോടെത്തും. വൈകിട്ട് 6:30 കടപ്പുറത്താണ് റാലി. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ NDA സ്ഥാനാർത്ഥികളും സംസ്ഥാന നേതാക്കളും വേദിയിലെത്തും. വേനൽ ചൂട് രൂക്ഷമായതോടെ കേരളത്തിൽ എയർ കണ്ടീഷണറുകളുടെ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടം. ദിനംപ്രതി വിറ്റഴിക്കുന്ന AC-കളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നന്ദിലത്ത് G-Mart ഗ്രൂപ്പ് മാത്രം ദിനംപ്രതി 1000-ലധികം AC-കളാണ് വിൽപ്പന നടത്തുന്നതെന്നും ഇതിൽ 70% ഇൻവെർട്ടർ AC-കളാണെന്നും ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും എന്തുകൊണ്ട് AC ഇത്ര വിൽക്കുന്നു വെച്ചാൽ ഇന്ന് 0 ഫൈനാൻസ് കസ്റ്റമേഴ്സിന് ലഭ്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പണ്ട് കസ്റ്റമേഴ്സിന് 30-35,000 റുപ്യ കൊടുത്തൊരു AC വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഇന്ന് ഒരു കസ്റ്റമേഴ്സിന് ₹1 ഡൗൺ പേയ്മെൻറ്റ് അടച്ച് അല്ലെങ്കിൽ 1/3 അടച്ച് അല്ലെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച്